തട്ടത്തിൻ പറയത്തിലെ സൂപ്പർ ഹിറ്റ് ഡയലോഗാണല്ലോ, സാറേ അവൾ തട്ടോട്ട് വന്നാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല. ശരിയാണ്, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല പ്രണയത്തിൽ. അതുകൊണ്ടാണല്ലോ പ്രണയം ബ്ലൈൻഡ് എന്നൊക്കെ പറയാം. ഇത് ഗോസ്പലിൽ അത്ര ഒരു കാഴ്ചയാണ്. പത്രോസും കൂട്ടരും ഈശോയെ ഇതുവരെ കാണാത്തൊരു വെട്ടത്തിൽ കാണുകയാണ്. ഇപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നമുക്കിവിടെ കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പോൾ കാർമേഘം വരുന്നു, മറക്കുന്നു. ഈശോ അല്ലാതെ വേറെ ആരെയും കണ്ടില്ലെന്നാണ് പറയാം. ഈശോ അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. ഇതാണ് പ്രണയം എന്ന് പറയാം. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ നമ്മുടെ പള്ളികളിലെ കുരിശും വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ തുണി കൊണ്ട് മറയ്ക്കും. എന്താണ് അതിനർത്ഥം? ഈശോ അല്ലാതെ വേറെ ആരെയും കാണണ്ട. ഇതാണ് നോമ്പുകാലം. ഈശോ അല്ലാതെ വേറെ ആരെയും കാണണ്ട. ഇതാണ് പ്രണയം എന്ന് പറയാം. വേറൊരു കാര്യം കൂടിയുള്ളത്, ഈശോയുടെ ഉടുപ്പ് ഈ ഭൂമിയിലെ അലക്കാരനൊക്കെ വെളുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ തിളങ്ങിയെന്നാണ് പറയുക. അത്രയും വെണ്മയുണ്ടായിരുന്നു, അത്ര തിളക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ അലക്കാരനെ വെളുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആരായിരിക്കും വെളുപ്പിച്ചത്? അത് സ്വർഗമാണ് വെളുപ്പിച്ചത്. അല്ലെങ്കിൽ സ്വർഗത്തിലെ ഡിറ്റർജൻ്റാണ്. ഈ സ്വർഗത്തിലെ ഡിറ്റർജൻറ്റിൻ്റെ പേരാണ് പ്രണയം എന്ന് പറയാം. കപ്പിൾസിനൊക്കെ ഞാനൊരു ടിപ്പ് തരട്ടെ. പ്രണയം കൊണ്ട് വാഷ് ചെയ്താൽ മാറാത്ത ഒരു കറയും ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്കില്ല.